ഹായ് ഗൈസ്, എഡിക്കാര ചർച്ച് വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിങ്ങനെ എഴുന്നേറ്റ് കുത്തിയിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇന്ന് ഒരു അവധി ദിവസമാണ് കേട്ടോ. എന്താണ്, ഗാന്ധി ജയന്തിയുടെ അവധിയാണ് എനിക്ക്. അപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ച് അങ്ങനെ നല്ല ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അതിരാവിലെ ഒന്നും എഴുന്നേറ്റില്ല, ഒരു 8 മണിയായിട്ടുണ്ട്. അപ്പം ഇനി എഴുന്നേറ്റ് പല്ല് വെക്കണം, കാപ്പി ഉണ്ടാക്കണം. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ നമ്മുടെ ബൈക്ക് ഇന്നലെ ചെറുതായിട്ടൊന്ന് പണി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ശരിയാക്കാനായിട്ട് ഇച്ചാൻ വിളിക്കുമ്പോൾ പോകണം. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടികൾ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വലിയ കാര്യത്തിൽ ഞാൻ പല്ലിലേക്ക് വന്നപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നമുക്കിനി പേസ്റ്റ് വാങ്ങിക്കാനും പോകണം. അങ്ങനെ മേടിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇവനെയും കൂടെ കട്ട് ചെയ്ത് നോക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പല്ലിയാക്കാം കേട്ടോ. ഇന്ന് നമ്മൾ കാപ്പിക്ക് ഉപ്പുമാവും കട്ടൻ ചായ കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങണം. അപ്പം ഈ ചായ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബൈക്കും പിന്നെ കുറച്ച് സാധനവും എനിക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് പോകണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപ്പുമാവ് കഴിക്കാം. പിന്നെ ചിക്കൻ വാങ്ങിക്കണം. ഇന്ന് ചിക്കൻ കറി ചാൻ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉപ്പുമാവ് പെട്ടെന്ന് കഴിച്ചിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. ഇനി ഈ ചാനെ കണ്ട് ഞങ്ങൾ പിന്നെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കടയിലോട്ടെ. ഇതെന്നത്തിനാന്ന് വെച്ചാൽ എൻ്റെ റൂമിലെ ഗ്യാസിൻ്റെ റെഗുലേറ്റർ ഒന്ന് മാറ്റാണ്. അതുപോലെ ആ ട്യൂബില്ലേ, ഗ്യാസ് ഇങ്ങനെ ഇതിലേക്ക് പോകുന്ന സ്റ്റൗവിലേക്ക് പോകുന്ന ആ ട്യൂബൊക്കെ മാറ്റണമായിരുന്നേ. അപ്പം എനിക്ക് പിന്നെ ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഈച്ചാൻ കടയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തരുവാണ് സംഭവങ്ങളൊക്കെ. അപ്പം ഇത് ആക്ച്വലി ഇനി റൂമിൽ ചെന്ന് ഞാനിങ്ങനെ ഫിറ്റ് ചെയ്യണം. അത് യൂട്യൂബിൽ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കിയൊക്കെ ചെയ്യണം കേട്ടോ. ഇതുവരെ അവർ കണക്ട് ചെയ്ത് തരും. അത് പിന്നെ എന്താ സംഭവം മാത്രം ഗ്യാസിലോട്ട് കണക്ട് ചെയ്താൽ മതി. ஆனால் தேங்காய் திருவி இருக்காண்ணா, தேங்காய் திருவி இருக்கு. அது இல்லைன்னா எப்படி இருந்தாலும் பரவாயில்ல, காமிங்க. എങ്ങനെയെങ്കിലും ഒന്ന് ചിരണ്ടി കിട്ടിയാൽ മതി തേങ്ങയൊക്കെ. ചേട്ടൻ ഇത് ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് തന്നു വിടുകയാണ്. അവിടുന്ന് ആ സാധനം വാങ്ങിച്ചു വെച്ചിട്ട് ചിലവ് പുള്ളി കുറച്ച് കഴിയുമ്പോൾ എടുത്ത് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ് എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ചിക്കൻ കറിക്ക് വേണ്ട കുറച്ച് സാധനവും പിന്നെ ഞാൻ ചിക്കൻ മാഗി നൂഡിൽസൊക്കെ എനിക്ക് എടുത്ത് തന്നു. കാരണം നമുക്ക് കുറച്ച് സാധനങ്ങൾ പടപടയും എടുത്തുകൊണ്ട് ഇവിടുന്ന് ചാടണം. നല്ല ഉറക്കമുണ്ട് ആൾക്ക്. അപ്പം നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവാം. കാരണം ഇന്ന് എനിക്ക് അവധി ആയതുകൊണ്ട് ആണ് നമ്മൾ ഇച്ചാൻ ചിക്കൻ കറി വെച്ച് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ചിക്കന് വാങ്ങിക്കണം, എടുക്കാം. പിന്നെ ഞാൻ എടുത്തത് ഏത്തപ്പഴം വേണമായിരുന്നു. പിന്നെ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, മല്ലിയില, കരിയാപ്പില, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ മാഗി, അത് ഞാൻ മാഗിയല്ല കേട്ടോ, അത് ചിക്കൻ നൂഡിൽസാണ്. ഇത്ര സംഭവങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ. ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ പൊമഗ്രാനേറ്റൊക്കെ വാങ്ങിച്ച് എൻ്റെ ഇരിപ്പുണ്ട്. സോ അതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇന്ന് നമുക്ക്. ഇന്ന് ഇത്രയും സംഭവങ്ങളൊന്നും ബില്ലടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ റൂമിലേക്ക് വണ്ടി വിടാവുന്നതാണ്. പിന്നെ കരിയാപ്പിലൊക്കെ കുറച്ച് ദിവസം കൊണ്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കും. അത് ഞാൻ റൂമിൽ ചെന്ന് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് ദിവസം കരിയാപ്പിലൊക്കെ ഇരിക്കും. ഇവിടെ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ. ഒരു അത്യാവശ്യം നല്ല സ്ലോ മോഷനിലായിരുന്നുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ പടപടയിൽ എടുത്തു കൊടുത്ത് ബില്ല് ഞങ്ങൾക്ക് പെട്ടെന്ന് തീർന്ന് നമ്മുടെ കൈ കിട്ടിയിട്ടോ. ഇനി നമുക്ക് പോകാം. പോയത് ബൈക്ക് കൊടുക്കാനാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോ കാണാത്തൊരു കാണാം, അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പം നമ്മൾ ബൈക്കൊക്കെ കടയിൽ കൊടുത്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇതിന് മുന്നേ ഒരു കടയിൽ കയറിയിട്ട് ഗ്യാസിനെ പിടിപ്പിക്കാനുള്ള ട്യൂബും അതിൻ്റെ സാധനത്തിന് എന്നാ വെച്ചാൽ പറയുന്നത്, റെഗുലേറ്ററൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൈസ അവിടെ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അവിടെ ചിരവയുണ്ടോയെന്ന് ചോദിച്ചു. എനിക്ക് ചിരവയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് തേങ്ങ വെച്ച് ഉണ്ടാക്കേണ്ട സാധനമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ടാസ്ക് കാണാം. ചിരവയും കൂടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ അകത്തങ്ങാണ്ട് എടുത്ത് വെച്ചേക്കുക. അപ്പോൾ അത് എടുത്ത് വെച്ചേക്കാം, നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ആ ഗ്യാപ്പിലാണ് നമ്മൾ ബൈക്ക് എപ്പുറത്തോട്ട് കൊടുക്കാനും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയത്. ബൈക്ക് കൊടുത്തിട്ട് വന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കത്തി, നമ്മളത് അവിടെ വെച്ചിട്ടല്ലേ വന്നേക്കുന്നത്. അപ്പം നമ്മൾ വീണ്ടും ആ കടയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇച്ചാനെ നോക്കൂ, ഭാരമൊക്കെ താങ്ങി നടക്കുകയാണ്. വെച്ച് ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ വാങ്ങിച്ച് പിടിച്ചേക്കുന്നതാണ്. ഞാൻ ഒരു കണ്ണിച്ചാറില്ലാതെ ഉറങ്ങാത്ത കൊച്ചിനെ കൊണ്ട് നടക്കാൻ നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ഇനിയിപ്പം നടന്ന് വേണം ഇച്ചാൻ റൂമിലോട്ടോ എനിക്ക് എൻ്റെ റൂമിലോട്ടും ഒക്കെ പോകാനായിട്ട്. നല്ല വെയിലാണ് കേട്ടോ, നല്ല അറഞ്ഞ മുറഞ്ഞ വെയിലാണ്, ഒരു രക്ഷയില്ല. നമുക്ക് ചിരവയും കൂടെ കിട്ടാൻ നോക്കാം. സാധനം വാങ്ങിച്ച് വെച്ചിരുന്ന കാട
കിട്ടിയോ എന്തോ അതോ അപ്പച്ചൻ വേറെ പണിയാണോന്നും അറിയത്തില്ല. എന്താ അത്? ചെന്നൈയിലെ വെതർ നോക്കൂ, 34 ഡിഗ്രി. നമുക്ക് ചോദിക്കാം. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ ചിരവ, 150 രൂപ. അപ്പോൾ ചിരവയൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും നമ്മൾ നടന്നു പോകും. ബൈക്കില്ലാതെ ഭയങ്കര കഷ്ടമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പം ഈ പുറകെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫാത്തിമ ചേച്ചിയുടെ നന്ദിവട്ടൻ്റെയൊക്കെ ഫ്ലാറ്റ്. അപ്പോൾ അവരിങ്ങനെ എന്താ രാവിലെ ചിലപ്പം എഴുന്നേറ്റുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ പുറകെ കൂടെ മിണ്ടാതെ പോവാണ് അല്ലേ ഷയോ? തലയിറങ്ങി വീഴുമെന്ന് തോന്നുന്നു. എന്താ വെച്ചാ അവിടെ ഒരു ചേട്ടനെ എന്തോ ഫുഡ് കൊണ്ടുവച്ചിട്ട് കാക്കയെ വിളിക്കാം. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് കാക്കയോടൊക്കെ കുറച്ച് വിശ്വാസം കൂടുതലാണ്. കാക്കയ്ക്ക് എന്തെങ്കിലും കൊടുത്താൽ അനുഗ്രഹം കിട്ടുന്നൊക്കെ ആയിരിക്കും അല്ലേ ചെയ്യോ? പുതിയ ഫ്ലാറ്റാ? പുതിയ ഫ്ലാറ്റാണോ ചെയ്യോ? ന്യൂ വാനവിൽ അല്ലല്ലോ, ഇത് കുറേ നാളായതല്ലേ? എല്ലായിടത്തും ക്യാമറയുണ്ട്. എന്നാ ക്യാമറയാ? ഫ്ലാറ്റിൻ്റെ പേര് നോക്കി, തെണ്ടൽ കുടിൽ. ഇവിടെ ഒരു സുണ്ടറി പശുവൊക്കെ നിൽപ്പുണ്ട്. പൊട്ടൊക്കെ തൊട്ട സുണ്ടറി പശു. അപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ എല്ലാം ഇങ്ങനെയാണ് കേട്ടോ, കുരുവിക്കൂട് പോലെ മുകളിലേക്ക് പോകും. പക്ഷെ കളർഫുള്ളായിരിക്കും. നോക്കൂ, നമ്മുടെ നാട്ടിലെ പോലെ കുറേ സ്ഥലവും കുറേ വീടിനും കുറേ മിറ്റവും അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. എല്ലാം തൊട്ട് തൊട്ട പൗർണമി അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പം കടയിലൊക്കെ പോയിട്ട് നമ്മളിപ്പോൾ വന്ന് ഇനിയിപ്പം എൻ്റെ ഗ്യാസിൻ്റെ ഈ സംഭവത്തിനാണ് പ്രശ്നം. ഇത് ഊരാനേ പറ്റുന്നില്ല, ഭയങ്കര ടാസ്ക്കാണ്. അപ്പം ഞാനിത് ഊരാൻ എന്താണ് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന പോലൊരു വീഡിയോ ഞാൻ എടുത്ത് ഇടാം കേട്ടോ. നാളത്തെ വീഡിയോ അതായിട്ട് ഞാൻ ഇടാം. അപ്പം ഇതൊന്ന് സെറ്റ് ചെയ്യണം. ഇത് സെറ്റ് ചെയ്ത് എന്നാ ഇതിൻ്റെ ഇതൊക്കെ പിടിപ്പിക്കണം. ഇത് ഇവിടെ സംഭവം കണക്ട് ചെയ്യണം. അപ്പോൾ കണക്ട് ചെയ്താലായിരിക്കും ബാക്കി സംഭവങ്ങൾ എനിക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ചിക്കൻ കറി വെക്കുന്ന ചിക്കൻ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ എൻ്റെ ഇതിൻ്റെ കോലം കണ്ടത് കാണിക്കുന്നത് ജാമ്പവാൻ്റെ കാലത്തുള്ള സാധനമാണ് ഇവിടെ നമ്മളെടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതില്ല ഞാൻ കഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യണം. നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് ഓൺ ആയിട്ടുണ്ട്. ഇനി നേരെ ചിക്കൻ കറി പരിപാടിയിലേക്ക് പോകണം. അതിന് മുന്നേ ചിക്കൻ വാങ്ങിക്കാൻ പോവാം. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് അരിയാന്നുള്ള എൻ്റെ മനസ്സ് മാറി കേട്ടോ പെട്ടെന്ന്. അപ്പം ഞാനിത് എല്ലാം അരിഞ്ഞ് വെച്ചു. അപ്പോൾ നമുക്ക് വന്നിട്ട് പെട്ടെന്ന് കറി വെക്കാമല്ലോ. അപ്പം ഇനി നമുക്ക് ചിക്കൻ വാങ്ങിക്കാൻ പോവാം. പക്ഷെ വെളുത്തുള്ളിയൊക്കെ വാങ്ങിക്കണം. അതിന് പോയിട്ട് വരുന്ന വഴിക്ക് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോഴേ ഞാനിങ്ങനെ കടയിൽ പോകാനായിട്ട് നിന്നപ്പോഴത്തേക്ക് എൻ്റെ ഹൗസ് ഓണറൊക്കെ കൊണ്ട് കുറച്ച് ഫുഡ് വന്നിട്ടോ. അവളോടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഇത് ബിരിയാണിയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീഡിയോയും കൂടെ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. അതായത് നിങ്ങൾ ഇന്നലെ കണ്ട വീഡിയോ. അപ്പോൾ അതെനിക്ക് എഡിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ചിക്കൻ കറിയൊക്കെ വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും അവിടെ വെച്ചാൽ നല്ല ഉറക്കമായിരിക്കും. ഇപ്പോൾ ഒന്നും കഴിക്കത്തൊന്നുമില്ല. സോ ഞാൻ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്താ ഫോക്കസ് ആവാതെ. അപ്പം ഇത് കുറച്ച് കഴിച്ച് സലാഡൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഒന്നും വീണില്ലേ? ഇങ്ങനെ നമ്മൾ സലാഡൊക്കെ ഒന്ന് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവിടെ പോയി ഞാൻ കഴിച്ചിട്ട് വരാം. വീഡിയോയും കൂടെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ മേടിക്കാൻ പോകാം കേട്ടോ. ഇതാണ് ബിരിയാണി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കണ്ട കളറൊന്നും ഇല്ലെങ്കിലും ഇറ്റ്സ് സോ ടേസ്റ്റി. ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്നലെ കണ്ട വീഡിയോ ഇന്നലെ കണ്ട വീഡിയോ അപ്പോൾ അത് എഡിറ്റ് ചെയ്തൊക്കെ എല്ലാം പബ്ലിഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചിക്കൻ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ നേരെ ചിക്കൻ കറിയിലോട്ട് പോയി പടപടയും ചിക്കൻ വെച്ച് ഇപ്പോൾ ഏറെക്കുറെ വൈകുന്നേരമായി കേട്ടോ. കുഴപ്പമില്ല, ഇപ്പോൾ കഴിച്ചതുകൊണ്ട് നമുക്കിനി എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ ചിക്കൻ ഉണ്ടാക്കിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ രാവിലെ ചിക്കൻ വാങ്ങിക്കാൻ മറന്നു പോയതാണ്. എൻ്റെ വിചാരം ഞാൻ വാങ്ങിച്ചു എന്നായിരുന്നു. ചിക്കന് വേണ്ട സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സിക്സ്ത് സെൻസിന് മനസ്സിലായത് ഞാൻ മറന്നു പോയിരിക്കുന്നു എന്ന്. അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ കട, അങ്ങ് ദൂരെ കാണുന്നത്. മുന്നേ ഞാൻ ചിക്കൻ കറി വെച്ച് കൊടുക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു കാണുക കേട്ടോ.
അതേ ചിക്കൻ കടയിലാണ് നമ്മൾ ഇന്നും ചിക്കൻ വാങ്ങിക്കാൻ പോകുന്നത്. സെയിം ചിക്കൻ കട. നമ്മൾ റൂമിൽ വന്നു, വെളുത്തുള്ളി പൊളിക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ സെറ്റായിട്ട് പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും കൂടി ഇട്ട് ഇതൊന്ന് ഞാൻ ഇടിച്ച് പേസ്റ്റ് പോലെ ആക്കുവേ. ഞാൻ കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനിങ്ങനെ പീസായിട്ട് ഇഞ്ചിയൊന്നും കടിക്കുന്നത് തീരെ ഇഷ്ടമല്ല. പിന്നെ നമുക്കിത് ചതച്ചെടുക്കാം നന്നായിട്ട്. എന്നിട്ട് ചിക്കനും കൂടെ കഴിയാൽ ചിക്കൻ അടുപ്പേ കയറ്റാം. വീഡിയോ എടുക്കാനൊക്കെ വന്ന് എണ്ണയ്ക്കകത്ത് പോകാറായി. ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചേ. അപ്പോൾ ഇനി പടപടയെ നമ്മുടെ ചിക്കൻ കറി ആവുന്നതായിരിക്കും. ഞാൻ കുക്കറിൽ വെച്ചിട്ട് പിന്നെ ചീനച്ചട്ടിയിലിട്ട് ചാറ് വെച്ചിട്ടെടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ. ഞാനെപ്പോഴും സവോള കുറച്ച് വഴന്ന് കഴിഞ്ഞാൽ കേട്ടോ ഇഞ്ചിയൊക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെയാണോയെന്ന് എനിക്കറിയത്തില്ല. ആദ്യമായിട്ട് ഇഞ്ചിയൊക്കെ കരിഞ്ഞു പിടിക്കുന്നതെന്ന് എനിക്ക് തോന്നും. സോ ഞാൻ രണ്ടാമതാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് സെറ്റായി വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് പറ്റണം കേട്ടോ. അപ്പോൾ ചോറ് സെറ്റായിട്ടുണ്ട്, ചിക്കൻ കറിയും ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇച്ചാന് ഫുഡ് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ആൾ നല്ല ഉറക്കമാണ്, ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. സോ ഇനി ഞാൻ കുളിക്കാൻ പോയിട്ട് വന്നിട്ട് ചോറുണ്ണുക, കുറേ കഴിയുമ്പോൾ പ്രാർത്ഥിക്കുക, കിടന്നുറങ്ങുക. അത്രയും പരിപാടി ഇന്നത്തേക്കുള്ളൂ. വേറെ പരിപാടികളൊന്നുമില്ല. ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. ഓക്കെ, പോയിട്ട് വരാവേ. കരിയാപ്പലേ ഇങ്ങനെയാണ് ഇറക്കി വെക്കുന്നത് റൂമിൽ. ഇതാകുമ്പോൾ കുറച്ച് ഒരു 3-4 ദിവസത്തേക്കൊക്കെ വലിയ പ്രശ്നമില്ലാതിരിക്കും കേട്ടോ. ഇവിടെ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇറക്കി വെക്കും. എങ്ങനെയുണ്ട്? ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ വേർത്തൊഴുകുന്നുണ്ട്. ഫാൻ ഞാനൊന്ന് ഓഫ് ചെയ്തായിരുന്നു, ഞാനൊന്ന് പറയാനായിട്ടേ. അപ്പം ഇനി ഞാൻ കുറച്ച് നേരത്തേക്ക് വീഡിയോ എഡിറ്റിംഗ് പരിപാടിയിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചോർമ മുണ്ണാൻ. അപ്പോൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഡിന്നർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ ഇത്ര ചെറിയ പാത്രത്തിൽ കഴിക്കുന്നതെന്ന്. അപ്പം ഇതിൽ കഴിക്കുമ്പോൾ എനിക്ക് ഇത് ഫുള്ളായിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള പോലെ തോന്നുകയും ചെയ്യും. പക്ഷേ അത്യാവശ്യം നമുക്ക് ഡയറ്റും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഈ കാണുന്ന അത്ര പോലും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. ചിക്കൻ കറിയുണ്ട്. പിന്നെ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ അവസാനം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫോൺ എടുത്ത് കേട്ടോ. ഫോൺ എടുത്ത് ഞാൻ ഫുഡൊക്കെ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. എനിക്ക് ആകെ ടെൻഷനായി പോയി കേട്ടോ. ഷോ ഇത്രയും കഷ്ടപ്പെട്ട് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി ഞാൻ ഞാനും കൂടെ കൊടുത്തു വിടും. അപ്പം അതൊരു സന്തോഷമല്ലേ. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നറും കാര്യങ്ങളൊക്കെ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഡേ ഇൻ മൈ ലൈഫിൽ കുറേ കൂടെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ രാവിലെ വണ്ടി പണി തന്നുകൊണ്ട് അങ്ങനെ കുറേ സമയം പോയി കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ 4 മണിക്ക് ഓടി വരാം. എല്ലാവരും അടിച്ചുപൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ ബൈ ബൈ.